നോട്ട്ബുക്ക് ഇത് എവിടെ പോയത്? എല്ലായിടത്തും ഞാൻ വച്ചതാണല്ലോ. മലയാളം, ബയോളജി, ഫിസിക്സ് എല്ലാം ഉണ്ട്. അത് മാത്രം കാണാനില്ല. കഷ്ടം തന്നെ. സ്കൂളും തുറക്കാറായപ്പോഴാണ്. വയ്യെങ്കിൽ എന്തിനടി എന്നും ജിമ്മിൽ പോണം? നിനക്ക് ഇവിടെ വഴി ഇരുന്നാ പോരെ. എത്ര വയ്യെങ്കിലും ഞാൻ ജിമ്മിൽ പോകും. അതെന്റെ ജീവവായുവാണ്. ജീവന വായു ഒന്നും പോവാതിരുന്നാ മതി. ഡി നാക്കെടുത്ത് വളക്കാതെടി ഓരോന്ന്. ചേച്ചി, ഈ ബാഗ് അങ്ങനെ നീ എടുത്തായിരുന്നോ? അയ്യോ, ഈ വൃത്തിട്ട ബാഗ് ആരടി കൈകൊണ്ട് തോടും? എടി, എന്റെ കെമിസ്ട്രി നോട്ട്ബുക്ക് കാണാനില്ല. നീ ചോദിച്ചതിന് മാത്രം ഉത്തരം പറ. എന്റെ ബാഗ് എടുത്തോ ഇല്ലേ? നിന്റെ കെമിസ്ട്രി നോട്ട്ബുക്ക് കാണാത്തതിന് ഞാൻ എന്ത് ചെയ്യാൻ? രാവിലെ തന്നെ ചൊറിയാതെ പോവെങ്കിൽ. നിനക്കൊരു സ്വഭാവം ഉണ്ടല്ലോ, എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ വലിച്ചു വരെ ഇടല്ലേ. അതുകൊണ്ടാണ് നിന്റെ അടുത്ത് ചോദിച്ചത്. എടുത്താ? എനിക്ക് എന്താ നിന്റെ കെമിസ്ട്രി നോട്ട്? അവിടെ എവിടെയെങ്കിലും കാണും, പോയി നോക്ക്. ഇത് വടി ഇത് രാവിലെ വന്നാ തുടങ്ങിക്കോളും. അത് കണ്ട ഇത് കണ്ട. എടി, അത് മാത്രമാണ് ഡി കാണാത്തത്. എനിക്ക് എങ്ങനെ അറിയാം? ഈ പോയി നോക്ക്. നീ അങ്ങനെ എടുത്ത് കാണും. പിന്നെ എനിക്ക് അതിലെ പണി നിന്റെ ഒരു കെമിസ്ട്രി നോട്ട്. എന്ത് കഷ്ടപടി എടി, അത് മാത്രം കാണാനില്ലടി. നിനക്കൊരു സ്വഭാവം ഉണ്ടല്ലോ, എന്തെങ്കിലും സാധനം എടുത്തു കഴിഞ്ഞാൽ അവിടെ വലിച്ചു വരെ ഇടല്. പിന്നെ നിന്റെ കെമിസ്ട്രി നോട്ട് കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ തലയെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും കാണാം, അവിടെ എവിടെയെങ്കിലും കാണാം. നീ പോയി നോക്ക്. കണ്ടില്ലെങ്കിൽ അവിടെ ഞാൻ വലിച്ചു വരും. ഹലോ, എന്താണ് ഇവിടെ ഒരു വലിയ രൂക്ഷമായ ചർച്ച? ഫൈറ്റ് സീനിലേക്ക് എത്താറായോ? ഞാൻ ചെയ്യാത്ത കാര്യമാണ് പറഞ്ഞു വരുന്നെങ്കിൽ മിക്കവാറും ഒരു ഫൈറ്റ് സീനിലേക്ക് എത്തും. അത് തന്നെയാണ് എനിക്ക് വേണ്ടത്. നിങ്ങൾ ഒരു ഫൈറ്റിലേക്ക് എത്തുക. എന്റെ കൈക്ക് കുറെ ദിവസമായിട്ട് പണിയില്ലാതെ ഇരിക്കുകയായിരുന്നു. ഒന്ന് സ്ട്രെച്ച് ചെയ്യാനുള്ള അവസരം കിട്ടും. അമ്മ, എന്റെ കെമിസ്ട്രി നോട്ട്ബുക്ക് കാണാനില്ല. ഞാൻ എല്ലാം കൂടെ പറക്കി ഇതിനകത്ത് വച്ചതാണ്. ഇപ്പൊ അത് മാത്രം കാണാനില്ല. ബുക്ക് അതിന് കാലൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ നടന്നു പോകൂല. ഇവിടെ എവിടെയെങ്കിലും കാണും, വച്ചെടുത്ത് നോക്കടി. എന്തോ നമ്മ ബുക്ക് കാണാനില്ല. അവിടെ പഠിക്കുന്ന കുട്ടിയാണ്. ഈ ബുക്ക് സൂക്ഷിക്കാൻ വയ്യ നിനക്ക്. പിന്നെ നിനക്ക് എന്താണ് പണി ഇവിടെ? അങ്ങനെ പറഞ്ഞു കൊടുക്കച്ച. ഞാനാണെങ്കിൽ ജിമ്മിൽ ക്ലയൻസിന് ട്രെയിനിങ്ങും കൊടുത്ത് ബോക്സിംഗ് പ്രാക്ടീസും കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നിരുന്ന് പഠിക്കുന്നത്. അയ്യോ, ഈ എല്ലാ കാര്യങ്ങളെന്ന് പറയുമ്പോ എന്തോന്ന് വായി നോട്ടോ? വേറെ ഒന്നും ചെയ്ത് കാണാനല്ലോ ഇവിടെ. വായി നോട്ടോ? നീ എന്റെ ഒന്ന് വാങ്ങുവേ. ഡേഡേ, എന്തോ പറഞ്ഞപ്പോ ഞാൻ കുറെ നാളായിട്ട് ശ്രദ്ധിക്കുന്നത്. എന്ത് പറഞ്ഞാലും വാങ്ങുവേ വാങ്ങുവേ എന്നെന്തിനാ അമ്മ അടിക്കുന്നത്? ഇവളുടെ പറട്ട കെമിസ്ട്രി നോട്ട് കണ്ടില്ല എന്ന് പറഞ്ഞ എന്നെ എന്തിനാ തല്ലുന്നേ? നിനക്ക് ഇവിടെ എല്ലാരെയും തല്ലാം. നമുക്ക് ആർക്കും ഇവിടെ ഒന്നും ചെയ്തുകൂടാ. എന്തോന്ന് ആയോ ഇത്? പൊടി ഇതേ നിർത്ത്. കേട്ട തോലി പൊളി ഇവരുടെ സംസാരം. രണ്ടെണ്ണവും ഒരു മര്യാദ ഇല്ല. അച്ഛനെ കണ്ടല്ലേ ഞങ്ങള് പഠിക്കണം. എന്തോന്ന് എന്നെ കണ്ട? നിന്റെയൊക്കെ പ്രായത്തിലെ ചിന്നൊന്നും എന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കില്ല. എന്ത് സ്നേഹത്തോടെയാണ് അവൾ സംസാരിക്കുന്നത് അറിയുമോ? അതും ബഹുമാനമായിട്ട്. എന്റെ അച്ഛാ, അതിനുള്ളതെല്ലാം കൂടെ ചേർത്ത് അപ്പച്ചി അച്ഛന് തരണുണ്ടല്ലോ നന്നായിട്ട്. എന്ത് കറക്റ്റ്? ഞാൻ ഒരു കാര്യം പറയാം. സ്കൂളും കോളേജും തുറക്കാൻ പോണ്. ബുക്കൊക്കെ എടുത്ത് പഠിക്കാൻ നോക്ക്. ആ പഠനത്തിൽ ശ്രദ്ധിക്കും. ഈശ്വര, ഓൺലൈൻ ക്ലാസ് തുടങ്ങിയിരുന്നെങ്കിൽ ഇച്ചിരി സമാധാനം ഉണ്ടായിരുന്നല്ലേ. ഞാൻ പോട്ടെ, എനിക്ക് അടുക്കളയിൽ കുറെ പണിയുണ്ട്. അയ്യോ, ഇവിടെ നിന്ന് മണി തുടങ്ങി. മണി മുഴങ്ങി. ഇവിടെ ഇരുന്ന് അടിയും പിടിയും വഴക്കൊന്നും ഉണ്ടാക്കല്ലേ. ഓ അച്ഛാ, കേട്ടച്ച പഠിച്ചോളാം. കേട്ടച്ചാ എന്ന് കൊച്ചുമ്പോ വിളി കേൾക്കാം. സത്യം പറ. സത്യം പറ, നിന്റെ തല ഓടി ഇറങ്ങി. അമ്മ, നിന്റെ മുന്നിലല്ലേ അമ്മ നിൽക്കണത്? വിളിച്ചു കൂണെന്തിന്? ടെൻഷൻ. എന്റെ നോട്ട്ബുക്ക് കാണാനില്ല. അതെനിക്കറിയാലോ. മോളിൽ നിന്ന് പറഞ്ഞല്ലോ എന്നോട്. ഇപ്പോഴും കണ്ടിട്ടില്ല. അത് കിട്ടിയില്ല. എനിക്ക് കിട്ടിയില്ലേ? ഇല്ല. വെച്ചെടുത്ത് നോക്കിയാൽ വീണ്ടും കിട്ടും. ചെല്ല്. ഞാൻ വീണ്ടും പറയണ ഒരു കാര്യം. എത്ര നേരം കൊണ്ട് ഞാൻ നോക്കണം അറിയാമോ അമ്മയ്ക്ക്? ഒരു മിനിറ്റ്. അതെ 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 കിട്ടിയില്ല എന്റെ ബുക്ക്. എന്തോന്നമ്മ? ഒരു കാര്യം ചെയ്യൂ, പുറകില് വേസ്റ്റ് ഇടുന്ന ഷെഡിലൊന്ന് ചെന്ന് നോക്കാവോ? ചിലപ്പോ കിട്ടും. തമാശ പറയല്ലേ അമ്മ? ഇടി തമാശ പറഞ്ഞല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ ചിലപ്പോ കിട്ടും. എന്താ ബുക്ക് കാണാനില്ല? കാണാനില്ല. പഠിക്കണ ബുക്കാണ് കാണാനില്ലാത്തത്. അപ്പൊ ഇവിടെ പഠിത്തത്തിന്റെ കാര്യം എങ്ങനെയായിരിക്കും? ഇത് ഒരു ശ്രദ്ധയില്ല. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഒരു ശ്രദ്ധയില്ല. നമ്മുടെയൊക്കെ കാലത്ത് ഇങ്ങനെയായിരുന്നു. ബുക്ക് കിട്ടിയടേ? കിട്ടിയില്ല. നീ സത്യം പറ, ഞാൻ കാണാതെ നീ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചതല്ലേ ബുക്ക്? ഇനി എന്റെ വെക്കിട്ട് കയറിക്കോ. ഓരോ അപവാദം പറഞ്ഞ് പരത്തുന്നത് കഷ്ടം തന്നെ മോളെ. ഞാനൊക്കെ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ 5-6 സബ്ജക്റ്റ് ഉള്ളെങ്കിലും 2-3 നോട്ട്ബുക്ക് കാണും. മനസ്സിലായ? അതിന്റെ ഒരു പുറത്ത് ഒരു സൈഡില് മലയാളം എഴുതും,
മറുസൈഡിലായിരിക്കും ഇംഗ്ലീഷ് എഴുതുന്നത്. അതും നശിച്ചു തീർക്കും. എന്തിനെന്നറിയുമോ? അറിയാം പേജ് ലാഭിക്കാനായിരിക്കും. അതെ, തോന്നി. തന്നെയല്ല, അമ്മയുണ്ടല്ലോ എവിടെന്നെങ്കിലും ഒക്കെ നല്ല വെള്ള പേപ്പർ കൊണ്ടുവരികയാണെങ്കിലേ അത് കുത്തി തേച്ച് ഞാൻ ബുക്കാക്കിയിരുന്ന് പഠിക്കും. ഞങ്ങളൊക്കെ ബുക്ക് കണ്ണിലുണ്ണി പോലെയാണ് സൂക്ഷിച്ചിരുന്നത്, അറിയോ? ഇതെന്തോന്നിത്? ദൈവമേ, ദേ വരണം, ഇന്നത്തെ ദിവസം പോയി. എന്തോടി ആ കൊച്ചു എപ്പോ വന്നാലും ഇങ്ങനത്തെ വൃത്തിയുടെ വർത്താനം പറയുന്നത് അടി കിട്ടും കേട്ടാ. അത് ഞാനൊരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു. അങ്കിൾ ആരാണ് എന്നെ പറ്റി ഇവിടെ കുറ്റം പറഞ്ഞത്? ഇപ്പൊ മോളെ ഇവിടെ ആര് കുറ്റം പറയും? ആരും പറയില്ല. അങ്കിളും കള്ളം പറിച്ചത് തുടങ്ങിയല്ലേ? കള്ളോ? എന്ത് കള്ളം പറഞ്ഞെന്ന്? ആ കള്ളം പറിച്ചു തുടങ്ങി. മക്കളെ കാപ്പി കുടിച്ചാ? കാപ്പി കുടിച്ചൊന്നുമില്ല, പക്ഷെ ഇവിടെ ഒന്നും കഴിക്കാലോ. തിരക്കട്ടെ. ആ എടുത്തോ. കാത്തുമ്മ, ഞാൻ കുറ്റം പറയില്ലാന്ന് നിനക്കറിയാലോ. അതറിയാം, ചേച്ചി കുറ്റം പറയാം. പിന്നെ ആരായിരിക്കും നിന്നെ പറയുന്നതെന്ന് നിനക്കറിയാലോ. കാർത്തു, ചുമ്മാ കിടന്ന് ഷോ കാണിക്കാതെ വന്ന കാര്യം എന്തിനാണെന്ന് പറ. നീ ഇത്രയും ജാട കാണിക്കുന്നുണ്ടാണ് ഞാൻ ഇവിടെ ഇത്ര ഷോ കാണിക്കുന്നത്, മനസ്സിലായോ? എനിക്ക് വരുന്നതിന് താല്പര്യമൊന്നുമില്ല. പിന്നെ അങ്കിളും ആന്റി റിങ്കി ചേച്ചിയും ഞാൻ വരാണ്ട് വിഷമിക്കല്ലോ എന്നോർത്തിട്ടാണ് ഞാൻ വരുന്നത്. അയ്യോ തമാശ, നല്ല തമാശ. ഇപ്രാവശ്യം അവാർഡ് എന്റെ കൊച്ചിന് തന്നെ. എടി എടി, പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടാ. ഇന്നാളൊരു ദിവസം അച്ഛനും അമ്മയും റിങ്കിയും കൂടെ ടേബിളിന്റെ ചുറ്റും ഇരുന്ന് ഭയങ്കര കരച്ചില്. അപ്പൊ ഞാൻ പോയിരുന്നു ചോദിച്ചു, എന്തിനമ്മ ഇങ്ങനെ കരയണേന്ന്. അപ്പൊ അവര് പറഞ്ഞു, അയ്യോ എന്റെ കാർത്തൂനെ കാണാനില്ലല്ലോ എന്ന്. അങ്ങനെ അത് കേട്ട് ഞാൻ അന്തം വിട്ട് കുന്തം വഴി നിന്ന് പോയി മക്കളെ. തമാശ കേട്ടോ. ഈ വർഷത്തെ അവാർഡ് ചേച്ചിക്ക് തന്നെ. അങ്കിൾ ആന്റി കാത്തുമ്മ, പിങ്കി ചമ്മി നാറിയട്ടാ. ആര് ചമ്മി? ഞാൻ ചമ്മിയൊന്നുമില്ല. നീ ചമ്മി മുഖത്തുണ്ട്. അതെ, എന്തിനു വന്നത് അത് പറ. അത് ഞാൻ വന്നതും നമുക്ക് അങ്ങോട്ട് മാറി. അതെ, അത് ഞാൻ അത് അമ്മ അച്ഛാ കണ്ട ഇപ്പൊ രണ്ടും ഒന്നായി പോകുന്ന കണ്ട. റിങ്കി, അവളോട് പറ അവിടെ പോയി കളിച്ച് ചിരിച്ചിരിക്കാതെ ആ കാണാതെ പോയ ബുക്ക് കണ്ടുപിടിക്കാൻ പറ. സ്കൂൾ തുറക്കാണ്, പഠിക്കാനുള്ളതാണ്. ഞാൻ പറയാം. പോ. മണി, എന്താണ് ഇന്ന് സ്പെഷ്യൽ? തക്കാളിക്കറി. ഈ ബുക്ക് മാത്രം ഇത് എവിടെ പോണത്? ഓ എല്ലാം പോയി. കിട്ടിയാടേ ബുക്ക്? ഇല്ല കിട്ടിയില്ല. എടി, നിനക്കറിയാലോ ഞാൻ ഈ ബുക്ക് ഇതിനകത്ത് എല്ലാം കൂടെ എടുത്ത് വെച്ചിരുന്നതാണ്. ഇപ്പൊ ആ ബുക്ക് മാത്രം കാണാനില്ല. നീ അവസാനമായിട്ട് എന്റെ ബുക്ക് എവിടെ കണ്ടേ? അവസാനമായിട്ട് ഞാൻ എവിടെയോ കണ്ടു. എവിടെ? ഞാൻ ഇവിടെ എവിടെയോ വെച്ചതായിട്ടൊരു ഓർമ്മ. നീ ബുക്ക് എടുത്താ? ബാഗ് ഇവിടെ എവിടെയോ വെച്ചതായിട്ട്. പോയി നീ തൊട്ടാ പോയി. വാച്ച്. എന്ത് വൃത്തിയോടാണ് കാണിക്കുന്ന പിങ്കി. ഒരു അവസരം കിട്ടുമ്പോ നീ ഇങ്ങനെ തഴണ്ടാവല്ലേ? എടി എന്റെ ബുക്ക് നോക്കിയതടി ഞാൻ. കഷ്ടം. ഞാൻ താഴെ എങ്ങനെ കൊണ്ടുവച്ചാണോ? പോയി നോക്ക്. എന്റെ ബുക്ക് കിട്ടിയാ? ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഇതുവരെ കിട്ടിയില്ല. കിട്ടിയില്ലേ? ഇല്ല അച്ഛാ. കഷ്ടം തന്നെ മോളെ. അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ റൂമിലോട്ട് കയറി വന്നത് എന്നെ കുറ്റപ്പെടുത്താൻ മാത്രമാണ്. നിന്നെ കുറ്റപ്പെടുത്തിട്ട് എനിക്കൊന്നുമില്ല. അതെനിക്കങ്ങനെ അറിയാം എന്തോന്ന് കിട്ടാനെന്ന്. മക്കളെ, പഠിത്ത കാര്യത്തിൽ കുറെയൊക്കെ ശ്രദ്ധ വേണം, കുറെയൊക്കെ നല്ല ശ്രദ്ധ വേണം കേട്ടോ. ശ്രദ്ധിക്കാം. ശ്രദ്ധിക്കും. കാണാനില്ല, ഞാൻ എല്ലായിടത്തും നോക്കി. ഞാൻ നീ നന്നായിട്ടൊന്ന് നോക്ക്. നീ പിന്നെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. എന്താ നിങ്ങള് ഇവളെ കാര്യത്തിന് ഇവളെ മാത്രം കൂട്ടിയാ പോരെ? എന്നെ കൂടി പിടിച്ചിട്ട് വലിക്കുന്നതിന്റെ. ഞാൻ ക്ലാസ്സിൽ ടോപ്പ് ആണെന്ന് അച്ഛൻ അറിഞ്ഞൂടെ? അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ റിങ്കി മോളെ. പക്ഷേ വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നല്ലേ അച്ഛാ? എന്നാണ് അത് എനിക്ക് അറിയാൻ പറയാൻ. മക്കളെ, സ്പോർട്സും അതർ ആക്ടിവിറ്റീസും ഒക്കെ നല്ലത് തന്നെ, പക്ഷെ വിദ്യാഭ്യാസം അത് പരമപ്രധാനമാണ്. മനസ്സിലായോ? അതെനിക്ക് അറിയാലോ അച്ഛാ. അതുണ്ടെങ്കിലേ ഈ സ്പോർട്സിലൂടെ വളർന്നാലും ഉന്നത പദവിയിലെത്താൻ പറ്റുള്ളൂ. മനസ്സിലായോ? എന്താണ് ബുക്കും ബാഗൊക്കെ കിട്ടിയാ? എവിടെ? കിട്ടിയിട്ടില്ല. കിട്ടിയില്ലേ? പിന്നെ ഞാൻ കുറെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാന്ന് വിചാരിച്ചപ്പം. ആരോട്? എന്ത് കാര്യത്തിന്? നീ മിണ്ടാരി മണി. മക്കളെ, റിങ്കി പിങ്കി, ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ പറയും പഴംപുരാണം പറയണം. അപ്പൊ അത് തന്നെ ആയിരിക്കും പറയാൻ പറഞ്ഞ. ഞാൻ പറയണില്ല. കാര്യം അല്ല, ഞാൻ പറയണില്ല. അയ്യോ പറയാ. അങ്ങനെ പറയല്ലേ അച്ഛാ. അച്ഛന്റെ സംസാര സാഗരത്തിൽ നിന്ന് വരുന്ന മുത്തുമണികൾ പറക്കാൻ എനിക്ക് കൊതിയാവുന്നു. പറ അച്ഛാ.
ഓളി ഞാൻ പറയണമെന്നില്ല. അച്ഛാ പറ. പറ പറ എടേ, നീ അങ്ങോട്ട് മാറിയില്ലേ അച്ഛ എവിടെ ഞാൻ പറയാം, ആ, പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ആ. ഇതേ അന്ന് മണ്ണെണ്ണ വിളക്കിന്റെ കാലമാണ്. ആ. ഒരു 8-8:30 മണിയാവുമ്പോ എല്ലാരും അവിടെ കിടന്നുറങ്ങും. എന്തെന്ന് പറഞ്ഞാൽ മണ്ണെണ്ണ ഒന്ന് ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മള് ചുരുക്കം അന്നേ പിശുക്കായിരുന്നു. ഫിസിക്കല്ല, ഇല്ലായ്മയാണ്. ബാക്കി സ്കൂൾ വിട്ട് കഴിഞ്ഞാലേ ഉടനെ വന്നിരുന്ന് പഠിക്കാനൊന്നും പറ്റില്ല. വന്ന് വീട്ടിലെ പണികളൊക്കെ ചെയ്ത് പറമ്പിലെ പണിയെല്ലാം ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് കുളിയെല്ലാം കഴിയുമ്പോൾ 7 മണിയെങ്കിലും. പിന്നെ 7 മണി മുതൽ 8:30 മണി വരെ ഇരുന്നാണ് പഠിക്കുന്നത്. ഞാനേ SSLCക്ക് പഠിക്കുമ്പോഴാണ് അവിടെ സ്ട്രീറ്റ് ലൈറ്റ് വരുന്നത്, അറിയോ? SSLCക്കും പ്രീ ഡിഗ്രിക്കും എനിക്ക് നല്ല മാർക്കും ഉണ്ടായിരുന്നു. അത് ഈ വെളിച്ചത്തിൽ നിന്നാണ് പഠിച്ചത്. മനസ്സിലായോ? ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് ഇത്ര സൗകര്യം ഉണ്ടായിട്ട് പോലും നിങ്ങൾക്ക് പഠിക്കാൻ വയ്യ. പാവല്ലേ. പാവം. അമ്മ പിന്നെ റിച്ച് ആയതുകൊണ്ട് അമ്മയ്ക്ക് ഇങ്ങനത്തെ അനുഭവങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല അല്ലേ? ഇപ്പൊ റിച്ച് ആയിട്ടുള്ള വീട്ടിൽ ജനിച്ചത് തെറ്റായി പോയോ? ഉണ്ടോ ഇനി പ്രശ്നമൊന്നുമില്ല മണി. കുഴപ്പമില്ലല്ലോ. പോയിട്ട് വന്നോളൂ. ദൈവമേ. കട്ടിയില്ല, കഞ്ഞിപ്പശ മുക്കി തേക്കണം. പണ്ട് അമ്മയാണെങ്കിൽ കഞ്ഞിപ്പശയൊക്കെ മുക്കി. അച്ഛാ ആ ബുക്ക് കിട്ടിയാട്ടോ. ബുക്ക് കിട്ടിയാ? ആ എവിടെ കിടന്ന്? എന്റെ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ടല്ലോ ബെഡിൽ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ വാഷ് ചെയ്യാനായിട്ട് കുറച്ച് ഡ്രസ്സ് ബെഡിലുണ്ടായിരുന്നു. അതെല്ലാം കൂടി എടുത്ത് ചുരുട്ടി കൂട്ടി ആ മൂലയ്ക്ക് എടുത്തിട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് കഴുകാനായിട്ട് എടുത്ത് നോക്കിയപ്പോ അതിന്റെ കൂട്ടത്തിൽ കിടക്കുന്ന കണ്ടു. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ മോളെ? എന്തോന്നാണിത്? ബുക്ക് കിട്ടിയല്ലേ? കിട്ടി അമ്മ, കിട്ടി. ഞാൻ പറഞ്ഞില്ലേ അവിടെ എവിടെയെങ്കിലും കാണുന്നു. ഡ്രസ്സിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. അത് തന്നെ. അല്ല, ഈ മേശ എങ്ങനെ ഇവിടെ എത്തി? ഞാൻ അവിടെ നിങ്ങോട്ട് പിടിച്ചിട്ട്. ഒറ്റയ്ക്കാ? എന്തോ ഒറ്റയ്ക്ക് പിടിച്ചാ വരൂലേ? എടി വയസ്സ് 50 ആയെന്നേ ഉള്ളൂ. ഇപ്പോഴും ഞാൻ നല്ല യങ്ങാണ്, മനസ്സിലായോ? അതിപ്പോ പറയേണ്ട കാര്യം? നീ പറഞ്ഞെന്തിന്? നീ ചോദിച്ചെന്തിന്? ഞാൻ ചോദിച്ചൊന്നുമില്ല. പിന്നെ ചായ വേണ്ടില്ലേ? കൊണ്ടുവാ. കുടിക്കണ്ട, ഞാൻ കുടിച്ചോളാം. ജോലി വെറുതെ. കണ്ണാ കണ്ണാ ഇനി വാ. കാത്തു എവിടെടാ? അവള് ട്യൂഷൻ, അതുകൊണ്ട് എന്നെ പറഞ്ഞു വിട്ട്. ആ എടാ കണ്ണാ, ഈ പിങ്കിയും കാത്തും കൂടി എന്തോ ഒന്ന് പ്ലാൻ ചെയ്തിരുന്നേ. എന്തായിരുന്നു അത്? അത് നമുക്കൊരു പരിപാടി ഉണ്ടായിരുന്നു, അതാ. ഏത്? പിങ്കിയുടെ എന്തോ പരിപാടി? തീറ്റ മത്സരമായിരിക്കും. അവളല്ലേ പ്ലാൻ ചെയ്തേ? തീറ്റ മത്സരമായിരിക്കും. ആ വന്ന് വന്ന് ചാടി ചാടി. ഇവിടെ കണ്ണ കറുത്തൂടെ? അവള് ട്യൂഷൻ. ട്യൂഷൻ അവള് പറഞ്ഞായിരുന്നു. മക്കളെ, റിങ്കി നിങ്ങളെ ഇനി മുതൽ ബുക്കൊക്കെ സൂക്ഷിക്കണം കേട്ടാ. സ്കൂളും കോളേജും ഒക്കെ തുറക്കല്ലേ. അപ്പോഴേ പഠനത്തിലൊക്കെ ശ്രദ്ധിക്ക് കേട്ടാ. ഞാനും കാർത്തുക ബുക്ക് സൂക്ഷിച്ചു വയ്ക്കും. എന്തോ ഇങ്ങനെ നീ ബുക്ക് സൂക്ഷിച്ചു വെക്കുമെന്ന്? എടാ നിന്റെ ബുക്ക് കണ്ട ഒരുമാതിരി ചവിട്ടി ഇട്ടങ്ങനെ പേപ്പർ കണക്കല്ലേടാ. പറയാനാണ് ഭയങ്കര പഠിപ്പിച്ചാണല്ലേ. ഞാൻ പഠിപ്പിച്ചൊക്കെ തന്നെ. എന്തായാലും ഇവനെക്കാട്ടെ നന്നായിട്ട് ഞാൻ പഠിക്കും. എടാ നിന്റെ EVSന്റെ മാർക്ക് ഉണ്ടല്ലോ 14 അല്ലേ 25-ന്. മലയാളത്തിന് 14. നിനക്ക് 14-ന് മുകളിലോട്ട് ഏതെങ്കിലും മാർക്ക് കിട്ടിയിട്ടുണ്ടോ കണ്ണാ? ഞാനൊരു ആവറേജ് സ്റ്റുഡന്റ് ആണ്. ഒരു ക്ലാസ്സിൽ എല്ലാവർക്കും പ്രശ്നം മേടിക്കണമെന്നൊന്നുമില്ലല്ലോ. അങ്ങനെ പറ്റുന്നുമില്ല. എന്തിനടി വെറുതെ ചെറുത് വന്നാലും നീ അടി ഉണ്ടാക്കും. ഇപ്പൊ ഇവന്റെ അടുത്ത് അടി ഉണ്ടാക്കുന്ന നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഫ്ലോയിൽ അങ്ങ് വരും. നീ കൂടുതലൊന്നും പറയണ്ട. നീ സ്കൂൾ ഉറക്കാറിയോ? വല്ലതും പോയിരുന്ന് പഠിക്കാൻ നോക്കപ്പോ. ഇപ്പൊ വന്ന് എന്നെ വേണം അടിക്കാൻ. വീട്ടിലിരുന്നാ മതിയായിരുന്നു. പോടാ. എടാ പിന്നെ വേറൊരു കാര്യം പോണേന് മുമ്പേ കാർത്തുന്റെ അടുത്ത് ഞാൻ മറ്റേ ഞായറാഴ്ചത്തെ കാര്യം പറഞ്ഞില്ലേ, അതിനൊരു മാറ്റമില്ലെന്ന് പറഞ്ഞു. ഓക്കെ, അവളെ ഞാൻ അന്വേഷിച്ചെന്നും കൂടെ പറഞ്ഞു കേട്ടോ. അപ്പൊ അങ്ങളിക്ക് എവിടുന്ന് അങ്ങളെ ആന്റി പോണെങ്കി പോടാ. ഇവിടെ കിടന്ന് ഡ്രാമ കാണിക്കാതെ പോയിട്ട് വാടാ. അമ്മ കണ്ടല്ലോ, അടി ഉണ്ടാക്കിയിട്ട് അവസാനം ഒന്നാവും. ആ ചെറുത് വരുമ്പോഴും ഇത് തന്നെയാണ് ഇവിടെ സ്വഭാവം. ഇങ്ങനെ പോയാൽ ഏതെങ്കിലും ഒരുത്തരെ ഞാൻ അടിച്ച് നോക്കൗട്ട് ആവും. ആരെങ്കിലും വീട്ടിലുള്ളവരെ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ കൈ ഞാൻ അടിച്ചു കൊടുക്കും കേട്ടല്ലോ. അമ്മ രാവിലെ തൊട്ടമ്മ എന്റെ അടുത്താണല്ലോ വെക്കിട്ട് പറഞ്ഞേ. ഒന്ന് നിർത്ത് മണി. ആ കണ്ണനുണ്ടല്ലോ എത്ര നല്ല പയ്യനാണെന്നറിയാമോ? ഞാൻ നിങ്ങളുടെ അടുത്ത് അവസാനമായിട്ട് പറയാണ്, ഇനിയെങ്കിലും ബുക്സ് ഒക്കെ ഒന്ന് സൂക്ഷിക്ക്. എല്ലാ ആഴ്ച ഇങ്ങനെ ഓരോന്ന് വാങ്ങിച്ചു തരാൻ ഇല്ല. പേന, ബുക്ക് എല്ലാം പഠിക്കുന്ന കുട്ടികളല്ലേ, സൂക്ഷിച്ചൂടെ? ഇവളല്ലേ വലിച്ചുവാരി എറിയുന്നേ. മക്കളെ ഞാനൊരു കാര്യം പറയട്ടെ, ഞങ്ങളുടെയൊക്കെ കൊച്ചിലുണ്ടല്ലോ വീട്ടിൽ നിന്ന് ആരും ഇങ്ങനെയൊന്നും പറയൂലായിരുന്നു. പഠിക്കുന്ന അല്ലെങ്കിൽ ബുക്ക് സൂക്ഷിക്കുക. അതൊക്കെ നമ്മുടെ സ്വന്തം ആവശ്യമായിരുന്നു. അതുകൊണ്ട് നമ്മളെല്ലാം ചെയ്യുമായിരുന്നു. അതനുസരിച്ച് ചെയ്യണം കേട്ടോ നിങ്ങൾ. അത് തന്നെ. നിങ്ങൾക്ക് അറിയുമ്പോ പണ്ടേ ഞാൻ SSLCക്ക് പഠിക്കുമ്പം പരീക്ഷയുടെ തലേ ദിവസം മണ്ണെണ്ണ തീർന്നുപോയി. പിന്നെ
സ്ട്രീറ്റ് ലൈറ്റിൽ നിന്ന് പഠിക്കാന്ന് ചോദിച്ചാൽ അന്ന് കറണ്ടും ഇല്ലായിരുന്നു. പിന്നെ അമ്മ അടുത്ത വീട്ടിൽ ചെന്ന് മണ്ണെണ്ണ കടം വാങ്ങിച്ചിട്ട് കടം വാങ്ങിച്ചിട്ട് തിരിച്ചു. അവരെവിടെ? കടം വാങ്ങിച്ചിട്ട് തിരിച്ചു വന്നപ്പോ അവരും പോയി. അവര് പോയെങ്കിൽ പിന്നെ നീ ഇരിക്കണം, നിനക്കും പോയിക്കൂടെ? ആ ഓ ഞാനും പോണു. ഒരുപാട് ബുക്കുകൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത് വായിച്ചിട്ട് എനിക്കൊരു കുന്തവും മനസ്സിലാവണില്ല. ഒരു കുന്തോ മനസ്സിലാവാത്തോണ്ടാണല്ലോ മാർക്കൊന്നും ഇല്ലാത്തത്. ഒരുമാതിരി കാർത്ത് പറയണ പോലെ ബുജികളുടെ സ്വഭാവം ഇറക്കല്ല ഇറങ്ങി. ഓ ഞാൻ ഇത്തിരി പഠിക്കും, അതിനെന്തിനാണ് എല്ലാവർക്കും എന്റെ അടുത്ത് ഇത്ര അസൂയ? എന്റെ ദൈവമേ, പാവത്തങ്ങൾക്ക് ഇത്ര ബുദ്ധി തരല്ലേ. ഓ ജാട, ഭയങ്കര ജാട, സഹിക്കാൻ പറ്റൂല. ദൈവമേ. മക്കളെ മക്കളെ തിരക്കിലാണോ? അയ്യോ ഇല്ല ചെല്ല, പറഞ്ഞോ. ഇതൊന്ന് നോക്ക്, അച്ഛന്റെ SSLC പ്രീ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണ്. നോക്കട്ടെ. അയ്യേ, 600-ൽ 530 മാർക്കേ ഉള്ളോ? 530 ഡിസ്റ്റിങ്ഷൻ മാർക്കാണ്. ആ അതെ, അന്ന് നാട്ടുകാരുണ്ടല്ലോ എനിക്ക് അവാർഡും സ്വീകരണമൊക്കെ തന്നു. അറിയാമോ, അന്ന് ആ പഞ്ചായത്തില് ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ച ഒറ്റ ആളേ ഉള്ളൂ ഒരു വേലായത്. ഇന്ന് അയാൾ അവിടെ വില്ലേജ് ഓഫീസറാണ്. അപ്പൊ അച്ഛന് കിട്ടിയില്ലായിരുന്നു? അത് കഴിഞ്ഞല്ലേ ഞാൻ. അപ്പൊ അച്ഛന് പ്രീ ഡിഗ്രിക്കൊക്കെ നല്ല മാർക്ക് ആയിരുന്നിട്ടുണ്ടാവും അല്ലേ? അതെ. അമ്മേ ഒന്ന് വന്നേ. അച്ഛന്റെ മാർക്കല്ലേ ഞാൻ കണ്ടിട്ടുണ്ട്. ഡിഗ്രിക്ക് പക്ഷെ അച്ഛനേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങിച്ചത് ഞാനാണ്. കൊമേഴ്സ് ആയിരുന്നു ഞങ്ങൾ രണ്ടുപേരും. അത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണെങ്കിൽ വേറെ ചെറിയ ചെറിയ പണിക്കൊക്കെ പോകുമായിരുന്നു. അന്ന് എനിക്ക് പഠിത്തത്തിൽ അത്ര ശ്രദ്ധിക്കാനൊന്നും പറ്റിയില്ല, അതുകൊണ്ടാണ് ഇത് കിട്ടിയത്. എന്നാലും അച്ഛനെ സമ്മതിക്കണം കേട്ടാ. സത്യത്തിലേ ഞാൻ IAS കോച്ചിങ്ങിന് പോയവനാണ്, അറിയോ? ഇപ്പോഴും നാട്ടുകാരുടെ ഒക്കെ വിചാരിച്ചറിയുമോ ഞാൻ എവിടെ കളക്ടർ ആണെന്നാണ്. അയ്യോ മതി മതി മതി, കൂടുതലങ്ങ് പൊങ്ങി പോണ്ട. ഒരു പൊടിക്ക് അടങ്ങുന്നില്ല താഴെ. എന്തടി നിനക്ക്? എടി ഞാൻ കഷ്ടപ്പെട്ടതേ എനിക്കല്ലേ അറിയാവുള്ളൂ. അറിയാം, നിങ്ങൾ കഷ്ടപ്പെട്ട കഥയാണ്. പക്ഷെ ഇനി അത് പറഞ്ഞ് ബോറടിപ്പിക്കല്ലേ പ്ലീസ്. അച്ഛാ എന്തൊക്കെ പറഞ്ഞാലും അച്ഛനെക്കാട്ടിയും കഷ്ടപ്പാടിൽ നിന്ന് പഠിച്ച് വലുതായി അച്ഛനെക്കാട്ടിയും വലിയ നിലയിലെത്തിയ ആൾക്കാരെ നമുക്കറിയാം. ഉണ്ടാവും, ശരി. പക്ഷെ രവി കഷ്ടപ്പെട്ടതും പാടുപെട്ടതും രവിക്ക് മാത്രമല്ലേ ഭംഗിയായിട്ട് പറയാൻ പറ്റുള്ളൂ. ഇങ്ങോട്ട് തന്നെ ഇങ്ങോട്ട് താ. പഠിക്കുന്നു. ഒരു കാര്യം കൂടെ ഞാൻ പറയാം, പക്ഷെ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിലെ ഇത് പഠിച്ചവന്റെ നേട്ടത്തിന്റെ വെളിച്ചത്തിലാണ് നിങ്ങൾ എല്ലാരും മതിമറന്ന് ജീവിക്കണത് കേട്ടാ. ആ പറഞ്ഞിട്ട് പോയതിലേ ഒരു അഹങ്കാരത്തിന്റെ ധ്വനി ഒളിഞ്ഞു കിടപ്പില്ലേ? ഉണ്ടടി ഉണ്ട്. കൊടുക്കണ്ട് കൊടുക്കണം. ഇതുണ്ടാക്കാം. മണി, കറണ്ട് പോയ? ഇതെന്ത് ഇപ്പൊ ഒരു കറണ്ട് പോയി? മൊബൈൽ എവിടെ? മണി, ടോർച്ച് എവിടെ? മണി, മണി, ഓ നീ എവിടെ? വേണല്ലോ. ആ ഞാൻ ഇവിടെ ഇരിക്കാ. കറണ്ട് പോയല്ലോ. ആ എടി എന്റെ മൊബൈൽ കണ്ടോ? ഇല്ല. നിന്റെ മൊബൈൽ കയ്യിലുണ്ടോ? എന്റെ ഫോണില്ല. നീ എവിടെ എന്തെടുക്കുന്നത്? ഞാൻ ഇവിടെ ഇരിക്കണ്. ഞാൻ അങ്ങോട്ട് വരാം. ഇതെന്തോന്നു? മണ്ണെണ്ണ റാന്തല? അതെ. ഈ റാന്തല എവിടെ നിട്ടി? ഓ ഇത് ഒപ്പിച്ച പാട് ഞങ്ങൾക്കറിയാം. പിന്നെ അച്ഛന്റെ കഷ്ടപ്പാട് കണ്ടേ ഞങ്ങൾ ഫ്യൂസ് ഒക്കെ ഊരി. അപ്പൊ കറണ്ട് പോയതല്ലേ? അല്ല അല്ല, ഞാൻ ഊരിയതാ. എന്തിന്? മണ്ണെണ്ണ വെട്ടത്തിൽ ഇരുന്ന് പഠിക്കാൻ നല്ല നമ്മൾ വലിയ ആളാവുള്ളൂ. ചേച്ചിയേ, ഈ മണ്ണെണ്ണ വിളക്കിന്റെ മണ്ണെണ്ണ തീർന്നു പോയാലേ നമ്മൾ എങ്ങനെ പഠിക്കും? മണ്ണെണ്ണ തീർന്നു പോയാൽ നമ്മൾ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെട്ടത്തിലിരുന്ന് പഠിക്കും. സ്ട്രീറ്റ് ലൈറ്റിന്റെ വെട്ടത്തിൽ ഇരുന്ന് പഠിച്ചാലേ നമുക്ക് ഡിസ്റ്റൻഷനും റാങ്ക് ഹോൾഡർ ഒക്കെ കിട്ടും. ഓഹോ, അപ്പൊ ഈ സ്ട്രീറ്റ് ലൈറ്റ് അണഞ്ഞു പോയാൽ എന്ത് ചെയ്യും? സ്ട്രീറ്റ് ലൈറ്റ് അണഞ്ഞു പോയാ നമ്മൾ വല്ലവരുടെയും വീട്ടിൽ മണ്ണെണ്ണ പോയി കടം ചോദിക്കും. അത് കൊള്ളാം, നല്ല ഐഡിയ. കൊള്ളാം. അപ്പോഴേ
നീയൊക്കെ എന്നെ കളിയാക്കുകയായിരുന്നല്ലേ? നിന്നെ കൊണ്ടല്ലോ